പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അരയും തലയും മുറുക്കി മുന്നണികൾ വി.ഡി. സതീശന്റെ പത്രികാ സമർപ്പണം പ്രവർത്തകർ ആഘോഷമാക്കി. CPIM വിട്ട ടി കെ ഗോവിന്ദനും പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും പത്രിക സമർപ്പിച്ചു. PV അൻവർ ഉൾപ്പെടെയുള്ള പ്രമുഖരും പത്രിക നൽകിയിട്ടുണ്ട്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. ബെൻസൺ, ആരൊക്കെ എവിടെയൊക്കെ പത്രിക സമർപ്പിച്ചു? ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3 മണി വരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു സമയമുള്ളത്. അതിനുശേഷം നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം ഒരു ദിവസം കൂടി ഉണ്ടാകും ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ. അതിനുശേഷമായിരിക്കും എത്രത്തോളം സ്ഥാനാർത്ഥികളുണ്ട് എന്നതിലൊരു അന്തിമ കണക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിരവധി പ്രമുഖരാണ്, മുന്നണിയിലെ പ്രമുഖ നേതാക്കളാണ് ഇന്ന് സ്ഥാനാർത്ഥി ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വി.ഡി. സതീശൻ ഉൾപ്പെടെ. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ PV അൻവർ, അതോടൊപ്പം തന്നെ എലത്തൂരിൽ AK ശശീന്ദ്രൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ വലിയ ആത്മവിശ്വാസം, വലിയ വിജയപ്രതീക്ഷ എല്ലാവരും തന്നെ മുൻപോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം വൈകിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 555 പേരായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2021 950 മുകളിൽ സ്ഥാനാർത്ഥികൾ, 957 സ്ഥാനാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അത്രത്തോളം സ്ഥാനാർത്ഥികൾ ഇത്തവണയും ഉണ്ടാകും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം പൂർത്തിയായതിനു ശേഷം സൂക്ഷ്മ പരിശോധനയും അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയവും പൂർത്തിയായതിനു ശേഷമായിരിക്കും കൃത്യം എത്ര ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നതിലൊരു അന്തിമ കണക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ശ്യാമിലി.